Halo മച്ചന്മാരെ, വെൽക്കം ടു സ്ട്രീം. ബിഗ് ഫാൻ ബ്രോ. വാട്സാപ്പ് 777 അല്ല സോറി വാട്സ് 777 എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? അത്രയും വലിയ മനുഷ്യരുടെ ലൈവിലൊക്കെ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ലൈക്ക് ശബ്ബ് Tropa bro, big fan bro, Tropa bro. Criminal bro, big fan bro. Free Fire India is set in a virtual Battle Royale. Back in style. Need equipment. Need equipment. Double takedown. കഴിഞ്ഞല്ലോ ഇപ്പൊ വെറുതെ ആ കൊച്ചിനെ ഓരോന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നുണ്ട്. എനിക്കൊരു സങ്കടമില്ല. Triple takedown.
Quadra takedown. ഈ കൊച്ചു പറയുന്നത് കാര്യമില്ലേ? ഇപ്പോഴത്തെ ദേഷ്യത്തിനും ഒരു വാശിക്കൊക്കെ അവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാ. കുറച്ച് കഴിയുമ്പോ ഈ ദേഷ്യമൊക്കെ അങ്ങ് മാറും. മമ്മീനെ വിളിച്ചോണ്ട് രണ്ടെന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഹൈമോദയെ കുറ്റം പറയുന്ന അങ്ങ് നിർത്താം. Unstoppable. Go for the arsenal. Head there. Rampage. Resources here. Enemy spotted. I need backup. Help me. Enemy spotted. എന്നാൽ എൻ്റെ ഇല്ലാത്ത വരികളി എടുത്താറുണ്ട് കാണിച്ചിരുന്നു വിശേഷം പറഞ്ഞല്ലേ അപ്പോൾ കണ്ടു കൊച്ചേ but you didn't take a look. ഇവിടെ വന്നെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്നോട് പറയണം.
പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ എന്റെ മുമ്പിൽ തന്നെ നിൽക്കാൻ പോയില്ല. പിന്നെ അതിനുള്ള വന്നിട്ടില്ല. എന്തിനാണോ ഇവിടെ വരെ വന്നത്? ഇത്രയൊക്കെ വന്നത് നിങ്ങളെ ഞാനായിട്ടുള്ള ബന്ധം ഓർത്തെടുക്കും. നിങ്ങളെ എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഇത് ഓർമ്മയില്ല. എന്റെ ജീവിതത്തിൽ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കിയ നഷ്ടം അത് രാംകുമാർ സാറും ഹൈദരാബാദി മാഡം എന്നെ പറയും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കും. എന്നാ പിന്നെ ഞാൻ പോട്ടെ മാഡം. പിന്നെ സാറ് പറയണം, നിങ്ങൾ ഓർമ്മ പോലും ഇല്ലാത്ത പണ്ട് ചെയ്ത പാപത്തിന്റെ കണക്ക് ചോദിക്കാനേ ഒരാൾ വന്നിരുന്നു. അപ്പൊ ശരി, വീണ്ടും കാണാം. ബ്രോ guys, ini ke pro player guys. രാംകുമാർ അങ്ങനെ കൂടെ ചേർന്ന് കളം പറയൂ. ഞാൻ മാത്രമല്ല, I need backup. First doom. കളിക്കാറില്ല Restored EP for everybody. എങ്ങോട്ടാ വണ്ണപ്പുറത്തിനുണ്ട്. Enemy very close. First doom. Bro. Enemy very close.
പതിയെ എല്ലാ ജോലിയും തീർത്തിട്ട് വന്നാൽ മതി. ബാലു എന്ത് ചെയ്യും? എന്നാ ശരി. I need backup. പപ്പയോടുണ്ടോ ഇരുന്നറിയാനായിട്ട് അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? ഈ കുരിപ്പങ്ങ് പറഞ്ഞപ്പോ നീ കയറി വിളിച്ചല്ലേ? Very close. മോളെന്താ പറയാൻ വേണ്ടി പോയത്? Restored EP for everybody. Enemy very close. Help me. Enemy very close. First doom. ചിക്കു ഏതാണ് 1 year old അടിച്ചു കുടിക്കാൻ കഴിയൊക്കെ തരും. Restored EP for everybody. I need a med kit. Enemy near me. I need backup. അറിയാളായിട്ട് ചെയ്യുന്നത്. Takedown. പിടിക്കാൻ പറ്റുള്ള പൂജ്യത്തിൽ പൂട്ടണം മിക്കവാറും. Restored EP for everybody. അച്ഛനോട് വേണേ വിളിക്കുമ്പോൾ കുഴപ്പമുണ്ട്.
എങ്ങനെ കളയുന്നു? Enemy very close. First doom. അതോട് കളിച്ച് പറയടാ. Restored EP for everybody. Resources here. Thanks. You won't do that. I need backup. Double takedown. Weapon in hand. Restored EP for everybody. ബ്രോ പതാതെ പവർ Enemy near me. I need backup. First doom. Double takedown. പുതിയ പൊട്ടി പറഞ്ഞില്ലേ? അല്ല ഇവളെ കൊണ്ടല്ലോ എന്റെ പാലു വീട്ടിൽ ആരോടും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി നടന്നല്ലോ. ചേട്ടായി തേങ്ങാൻ പഠിക്കാൻ പോയോ? ഇല്ല. ഹലോ ലോ 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 എടാ അവന്മാര് കളിക്കണവര് എന്നെ കളിച്ചോട്ടു. Free Fire India is set in a virtual world. ഒരു ദിക്കിൽ കൂടെ പോകുമ്പോ ഞാൻ ഒറ്റ ദിക്ക് കിലോമീറ്റർ അവൻ ആ രണ്ടു വിളിച്ചാണ്. അപ്പൊ നമ്മൾ രണ്ടു ഒരുമിച്ചാണ് വിചാരിച്ചെന്നാ മറ്റേ ബൈക്ക് Restored EP for everybody. സ്പീക്കർ ഓഫ് ചെയ്യട്ടോ. എന്തെങ്കിലും മെസ്സേജ് Enemy near me. I need backup. First
അവൻ ഏതാണ്? എനിക്കറിയില്ല ബ്രോ. എനിക്ക് അപ്പുറത്ത് അപ്പൂനെ അറിയാം. എനിക്ക് അപ്പുറത്ത് അപ്പൂനെ അറിയുള്ളൂ. അവിടെ കിട്ടി കിട്ടി കിട്ടി. എടാ ഇവൻ എന്നോട്ട് ഇടിക്കണ ചിക്കു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ദേഷ്യം, കുറച്ച് വാശി, കുറച്ച് എടുത്തിയാട്ടം, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളൂ. ഭയങ്കര പാവാ. എടോ തന്റെ പപ്പയുണ്ടല്ലോ ഒരു സാധാരണ ആളെപ്പോലെ. സാധാരണ നമ്മളായിട്ട് പെട്ടെന്ന് സിംഗിൾ. പക്ഷെ തന്റെ എടോ ശരിക്കും തന്റെ പപ്പ തന്റെ മമ്മീനെ പേടിച്ചിട്ടാണ് നമ്മളടുത്ത് ഈ സ്നേഹം ഒന്നും കാണിക്കാതിരിക്കുന്നത്. ശരിയാക്കിയെടുക്ക. തന്റെ മമ്മിയുടെ വീക്ക്നെസ് കയറി പിടിച്ചാണ്ടല്ലോ എല്ലാം ശരിയും. ഉറപ്പാ. ചിക്കു അത് അപ്പൂർവ വിളിച്ചേറ്റിയതാ. നമ്മുടെ കുടുംബം അതാണ് എന്റെ അച്ഛനും അമ്മയുടെ വീക്ക്നെസ്. കുടുംബത്തിൽ ആരെങ്കിലും കയറി കളിച്ചിട്ടുണ്ടല്ലോ മോളെ ഞങ്ങൾ എല്ലാരും ഒറ്റക്കാണ്. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ നമ്മള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മടി ഇടി പിടിച്ചിട്ട് കരച്ചിലും പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും പുറത്തുനിന്നൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടോ നിൽക്കുന്നത്. കൂട്ടത്തിൽ ആൾക്ക് പ്രശ്നം വന്നാലും ഒറ്റക്കെട്ടായിട്ടോ. കേട്ടിട്ടൊക്കെ രോമാഞ്ചം വരും. അതൊക്കെ ഞങ്ങളുടെ ഫാമിലി. കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ആ പ്രശ്നം തീരുന്ന ഒരു കീഴിങ് നോക്കത്തില്ല. ഞഞ്ഞായി എടോ അതിന് കുടുംബം എന്നല്ല പറയണത്, വേറെ വല്ല പേരും വിളിക്കണം. തന്റെ മമ്മിക്ക് ഇഷ്ടപ്പെട്ട വിഷമം വരും ആ കാര്യം അതൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് സത്യം. ഈ കണ്ണൊക്കെ വെച്ച് ഇങ്ങനെ അടിക്കണമെങ്കിൽ അവൻ എന്തോ സാധനം. ഈ കണ്ണൊക്കെ വെച്ച് നല്ല അടി അടിക്കണം, എന്നാ വേണ്ട പേറുള്ളൂ. ദേഷ്യം ഞങ്ങളുടെ കൊച്ചിനെ കിട്ടും, ചിലപ്പോ കിട്ടായിരിക്കും. ഞങ്ങൾ നോക്കിക്കോളാം. അതിന് ചെല്ലി പോ. അത് ശരിയാ. നിങ്ങൾ പോയെ ഞങ്ങൾക്കൂടെ 100 കൂട്ടം പണിയുണ്ട്. ഞങ്ങൾക്ക് വഴക്കിനും തത്തൊന്നും താല്പര്യമില്ല. നിങ്ങളുടെ വഴക്കിട്ടാലേ പാവ ഈ കൊച്ചിന്റെ കണ്ണീര് നമ്മൾ കാണും. നിങ്ങളെ കൊണ്ട് പോയി. എല്ലാവർക്കും എന്നോട് ദേഷ്യം എനിക്കറിയാം. അതെ നീയും ദേഷ്യമാണ്. നിങ്ങൾ പറയാൻ എന്താ വെച്ചാൽ പറഞ്ഞു. പണ്ട് മുതലേ എനിക്ക് ഇത്തിരി എഴുതിയായിട്ടും കൂടുതലാണ്. ആദ്യം കുട്ടികളൊക്കെ വന്നപ്പോ അത്ര നല്ല രീതിയല്ലല്ലോ പിരിഞ്ഞത്. അതുകൊണ്ടാണ് പിന്നെയും കുട്ടികളെ കണ്ടപ്പോ ദേഷ്യം വന്നത്. സത്യം പറഞ്ഞ കുട്ടികളെ നിങ്ങൾ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചില്ല. എനിക്ക് മനസ്സിലായത് പാറുവിനെ കാണാനില്ലെന്ന്. ഓ എന്നാ പിന്നെ നമുക്കിപ്പോ പാറിനെ കിട്ടി. അതിന് ചെല്ലാതി. എനിക്ക് എന്റെ മോളെപ്പോൾ തന്നെയായിരുന്നു. മോള് ആന്റി മോൾക്ക് എത്ര ഐസ്ക്രീം വേണമെങ്കിൽ മാറ്റി വേണ്ട. ആന്റി അവളിപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ടിരിക്കുക. ഞാൻ ഇപ്പം വന്നപ്പോ മാറ്റി കൊടുത്തതേ ഉള്ളൂ. ഇല്ല ആന്റി വേണ്ട, നല്ല വെയിലൊക്കെ അല്ലേ. അല്ലെങ്കിൽ ആന്റി ഇപ്പൊ എപ്പോഴെങ്കിലും വരുമ്പോ കൊടുത്താലും മതി. അതെന്താ പാറിന് എന്റെ കൂടെ വരുന്ന എനിക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ ഇപ്പൊ വേണ്ട. മമ്മി പപ്പ വരുന്നവരെ മമ്മി ഒറ്റയ്ക്കല്ലേ? മമ്മി ഇങ്ങോട്ട് വാ. അപ്പൊ മമ്മിക്ക് ഒരു ടൈം പാസ് വെറുതെ അവിടെ ഓരോന്ന് ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണേ അത് വേണം. മമ്മക്ക് ഞാൻ മമ്മയോട് നിൽക്കണമെന്നല്ലേ? അതിപ്പോ ഇവിടെ വന്നൊരു ഉറവല്ലേ ഉള്ളൂ. പപ്പ വരുന്നവരെ മമ്മിയോട് നിൽക്കും. മോൾ പറഞ്ഞത് ശരിയാ, അതൊരു നല്ല തീരുമാനമാണ്. ഇല്ലേ കാണുന്നില്ല ഇവനെ. പിണക്കൊക്കെ അങ്ങ് തീരുമല്ലോ തരം. അത് തന്നെയാണ് നിൽക്ക് പ്ലീസ് മമ്മി. അതെ ശരി, മോള് പറയുന്നതല്ലേ ആന്റി ഇവിടെ നിൽക്കാം കേട്ടോ. സോറി കേട്ടോ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞതാ. അയ്യോ അതൊന്നും കുഴപ്പമില്ല. എന്നാ പിന്നെ കിച്ചണിൽ ഞാനും കൂടെ സഹായിക്കാം. അത് വേണ്ട, കുറച്ച് പണി കൂടെ ഉള്ളൂ. എന്തായാലും അയ്യോ അയ്യോ എന്തെങ്കിലും കേട്ട തേങ്ങ. ഇവിടെ അടിച്ചിട്ടൊന്നും കേറുന്നില്ലല്ലോ. ഇവരെന്നതാ അങ്ങനെ ഊരണ്ടി അടിച്ചിട്ട് കേറിയ കൊള്ളാം. ഇവര് ഹേക്കറല്ല ഞാൻ പറയാം. ഇത് ഒറ്റടി പോലും കേറണില്ല. ഭാവിയൊക്കെ പാനൽ യൂസർ ആയി തുടങ്ങി. അപ്പൂർവ പാനൽ യൂസർ, അപ്പൂർവ പാനൽ യൂസറാണ് അപ്പൂ. ഇവിടെ
ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതാണ് പാവമാണ്. കൊല്ലല്ലേ കൊല്ലല്ലേ മമ്മി പാവാ. കൊല്ലല്ലേ ബ്രോ. ബ്രോ ബാക്കിൽ 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 രണ്ട് കാരണങ്ങൾ. ഒന്ന്, ബ്രോ കൊച്ചിലെ നല്ല ബ്രോ ആരോഗ്യം ചിക്കു വളർത്താൻ. ബ്രോ. രണ്ട്, പിന്നെ അത് എല്ലിന്റെ ഇടയിൽ കയറുന്നതാണ് കുഴപ്പം. എനിക്ക് കാരണം കേട്ടപ്പോ മതിയായി. അപ്പൊ എന്റെ മമ്മിയെ കളിയൊക്കെ അല്ലേ? സാരമില്ല. പക്ഷെ ലജുസ് പറഞ്ഞത് ഈ ഒരു അവസരം മമ്മിയെ നന്നാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ശ്രമിക്കാം. നന്നാക്കി എടുക്കാൻ പോകും. എന്തേ നിങ്ങളുടെ കാര്യത്തെ ആരും ഒന്നും അന്വേഷിക്കണ്ട. ഞങ്ങൾ ശരിയായിക്കോളാം. ശരിയായിക്കോളാം. ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ഞാൻ ഇല്ല. അപ്പൊ പോണ്ട. ഇല്ല. ബ്രോ കിഡിലം പ്ലേ ബ്രോ. ഞാൻ അടുത്ത് കയറിയിട്ടാ. ഓക്കെ ബ്രോ ഓക്കെ 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 ഓക്കെ. മമ്മി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന് ഇവരൊക്കെ അടുത്തറിയുമ്പോ ഇവരുള്ള ദേഷ്യമൊക്കെ പോകുന്നു. മമ്മിക്ക് ആരോട് ദേഷ്യമില്ല മോളെ. എടാ പോയി പോയി കളി പോയി കളി പോയി. എടാ ആണോ? എന്നാ ആന്റിനെ എപ്പോഴും ചിരിക്കാട്ടോ. ഏയ് തമ്പി, എന്റെ കളിയാ. ഇപ്പഴാ ഇതൊരു കുടുംബമായത്. മക്കളും മരുമക്കളും അവരുടെ ബന്ധുക്കളും അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിച്ചു. തുടാ തുടാ.